السلام عليكم. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, കുറച്ച് നേരം നിങ്ങൾ ദയവായി അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പിരിയാം. വളരെ സവിശേഷമായ ഒരു ചടങ്ങാണ്. ബഹുമാന്യനായ സഫീഖ് അസ്ലം മൗലവി ഇതിൻ്റെ അവസാനത്തിൽ സംസാരിക്കും. ഇതിൻ്റെ തുടക്കം എന്ന നിലക്ക് മാത്രമാണ് ഞാൻ ചില സംഗതികൾ പറയുന്നത്. ഇന്ന് സമ്മാനം വാങ്ങിയ കുട്ടികളൊന്ന് കൈപൊക്കുക, സമ്മാനം വാങ്ങിയ കുട്ടികളൊന്ന് കൈപൊക്കുക, സമ്മാനം താഴത്ത് വെച്ചിട്ട് കൈപൊക്കുക. എല്ലാവരും ഒരാളും കൂടി ഉണ്ട് പൊക്കാം. താഴ്ത്തിക്കൊള്ളി. ഇതൊരു സവിശേഷമായ ചടങ്ങാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയതിൻ്റെ പേരിൽ, ഒരു കോഴ്സ് പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കൾ സമ്മാനം തരികയാണ്. ഒരു പക്ഷേ ഒരു അത്യപൂർവമായ ഒരു സംഭവമാണിത്. രക്ഷിതാക്കളിൽ നിന്ന് സമ്മാനം വാങ്ങുക, വല്യുപ്പയിൽ നിന്ന് സമ്മാനം വാങ്ങുക, വല്യുമ്മയിൽ നിന്ന് സമ്മാനം വാങ്ങുക, അനിയനിൽ നിന്ന് സമ്മാനം വാങ്ങുക, കൊച്ചനിയനിൽ നിന്ന് സമ്മാനം വാങ്ങുക. ഒരു വലിയ അർത്ഥമുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ഖുർആൻ പഠിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും നിങ്ങളുടെ ഗുരുനാഥന്മാർ നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ബാധ്യതയാണ്. ഇതിനെ അയച്ച രക്ഷിതാക്കളും നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ചില കാര്യങ്ങൾ ആലോചിക്കുക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2007 ഞാനിവിടെ ഈ സ്ഥാപനം ആരംഭിക്കുന്ന സമയത്തോടെ വന്നിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ഈ സംവിധാനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു സംഗതി ഖുർആൻ സയൻസ് സ്കൂൾ എന്നാണ്. മൗലവിയോടെ ഉണ്ട്. എന്താണിപ്പോൾ ഞാൻ നിങ്ങളുടെ ഗുരുനാഥന്മാരോട് ചോദിച്ചു, സൽമാൻ സാറോട് ചോദിച്ചു, എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്? അപ്പോൾ അവർ പറഞ്ഞത് ഖുർആൻ സയൻസ് സ്കൂൾ എന്നാണ്. ഒരു സംശയം ഞങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്, അങ്ങനെ 2 പേര് വേണോ വേണ്ടേ? ഇത് കമ്മിറ്റിക്കാരെടുത്ത തീരുമാനത്തിന് ചോദ്യം ചെയ്യാനൊന്നുമല്ല കേട്ടോ, പഠിക്കണം നിങ്ങൾ ആലോചിക്കുക. ഖുർആൻ സയൻസ് സ്കൂൾ. അപ്പോൾ നിങ്ങൾ ഉത്തരം പറയുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. എന്താ സയൻസ് എന്ന് പറഞ്ഞാൽ? മോൻ പറഞ്ഞ നിർത്താം. അപ്പോൾ മക്കള് പറഞ്ഞൊന്നും കൂടി പറയാം. എന്താ സയൻസ് എന്ന് പറഞ്ഞാൽ? ശാസ്ത്രം. നിങ്ങളെല്ലാവരും കേട്ടല്ലോ, ശാസ്ത്രം. ഖുർആൻ സയൻസ് ശാസ്ത്രം. എന്താണ് എനിക്ക് ഒരു സംശയം വരികയാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്, അങ്ങനെ 2 പേര് വേണോ വേണ്ടത്? നമ്മളെ ഗുരുനാഥന്മാരും നേതാക്കന്മാരും ബോധപൂർവം തന്നെയാണ് ഈ പേരിട്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തെറ്റുണ്ട് പറയാനല്ല. പക്ഷേ ശാസ്ത്രം, ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചില നമ്മളുമായി ബന്ധപ്പെട്ട ചില ശാസ്ത്രത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഖുർആൻ പഠിച്ച ആളുകളുണ്ടാവും, അവർ നമ്മൾക്ക് നേരിട്ട് ബന്ധമുള്ള ഒരാളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരിട്ട് ബന്ധമുള്ള ഭൂമിയിൽ വന്ന ആളുകൾക്കൊക്കെ ആദം നബിയിൽ നിന്ന് ബാക്കി കീഴ്പ്പെട്ട് വന്ന എല്ലാ മനുഷ്യന്മാർക്കും നേരിട്ട് ബന്ധമുള്ള ഒരാളുണ്ട് മനുഷ്യന്റെ ഇടയിൽ. ആരാ ഒരാൾ കൈപ്പൊക്കുക അയാൾക്ക് പറയാൻ അവസരം കൊടുക്കും. എനിക്കും നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ഉസ്താദിനും മൗലൈക്കും എല്ലാവർക്കും നേരിട്ട് ബന്ധമുള്ള നമ്മളെ കൂട്ടത്തിൽ ഒരാളുണ്ട്. ആര് പെണ്ണുങ്ങൾക്കും പറയാം. ആരാ നേരിട്ട് നമുക്ക് നേരിട്ട് എപ്പോഴും ഇങ്ങനെ തൊടാൻ പറ്റുന്ന ഒരു ബന്ധമുള്ള ഒരാളാണ് ഉമ്മ. ഉമ്മ അവിടുന്നാ മനുഷ്യൻ തുടങ്ങണേ, അവിടുന്നാണ് അവൻ്റെ ആരംഭം. നമ്മളൊക്കെ അങ്ങനെ ആ ഉമ്മയിലൂടെ വന്നവരാ. ആ ഉമ്മയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആരംഭം എവിടുന്ന? നമ്മളെല്ലാവരും ആരംഭം എവിടുന്ന? ഉമ്മയിൽ നിന്ന്. എല്ലാ മനുഷ്യന്റെയും ആരംഭം ഉമ്മയിൽ നിന്ന്. ആ ഉമ്മയുടെ കൂടെ ആരംഭിച്ച ഒരു ശാസ്ത്രം അള്ളാഹ് പറയുന്നുണ്ട് ഖുർആനിൽ. സൂറത്ത് ലുഖ്മാൻ വായിക്കുന്നവരാണ് നിങ്ങൾ, വായിച്ചു നോക്കുക, അതിൽ കാണാം. ഉമ്മുഹു ഉമ്മുഹു അമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. വേറെ സ്ഥലത്തും പറയുന്നുണ്ട് ഉമ്മ അവന്റെ ഉമ്മ അവനെ വഹിച്ചു, വഹ്നൻ അലാ വഹ്നിൻ. ഈ ഇണ്ണികളെ ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞാലേ ബാക്കി ഞാൻ പ്രസംഗിക്കുള്ളൂ. എന്തെങ്കിലും വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല, പിന്നെ ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ വഹ്നൻ അലാ വഹ്നിൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ വിളിച്ചു പറഞ്ഞൂടി. നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ബുദ്ധിമുട്ടിന് മേൽ പ്രയാസത്തിന് മേൽ പ്രയാസത്തോടു കൂടി ഓരോ ദിവസവും നമ്മളെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നമ്മളിങ്ങനെ ആരംഭിക്കും. ഉമ്മാക്ക് ബുദ്ധിമുട്ട് ഇങ്ങനെ കൂടി 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 വരും. ഉമ്മാർക്ക് വേഗം മനസ്സിലാവും അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരാള് അവന് വേണ്ടി നേർക്ക് നേരെ സഹിച്ച ബുദ്ധിമുട്ടിനെ കുറിച്ച് ഇത്ര കൃത്യമായി പറഞ്ഞ ഒരു ശാസ്ത്രമല്ല. അമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. അത്ര പ്രയാസപ്പെട്ടാണ് എല്ലാ ഉമ്മാരും തൻ്റെ മക്കളെ ഗർഭത്തിൽ കൊണ്ടു നടന്നിട്ടുള്ളത്. എന്നിട്ട് പിന്നെ സംഭവിച്ചതൊക്കെ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ പറയുന്നില്ല. പിന്നെ അങ്ങനെ വന്നാ പിന്നെ അവനെ അവളെ അവളാക്കാൻ അവനാക്കാൻ നമ്മളാക്കാൻ പിന്നെ ആ ഉമ്മ ചെയ്തിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ ഖുർആനോട് പറയുന്നു. ഏറ്റവും ചുരുങ്ങിയത് 2 കൊല്ലക്കാലത്തെങ്കിലും അമ്മയുടെ ചിറകിനൊപ്പം അമ്മയോടെ ചാരത്ത് ചേർന്ന് നിന്ന് നിൽക്കണം മനുഷ്യൻ. അങ്ങനെ നിൽക്കാനുള്ള സൗകര്യം ആര് തന്നിട്ടുണ്ട്? പടച്ചോൻ തന്നിട്ടുണ്ട്. അവിടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നമ്മളെ അയച്ചത് പടച്ചോനാണ്. അവിടെ കിട്ടേണ്ടതൊക്കെ മുഴുവൻ നൽകിയത് പടച്ചോനാണ്. അത് കിട്ടാൻ ആവശ്യമായ ഒരവസ്ഥ പാലിച്ചത് ഉമ്മയാണ്. ആ ഉമ്മയുമായി നിനക്ക് നേരിട്ടുള്ള ബന്ധമുണ്ട്. ബന്ധം പിന്നെ വേർപ്പെടുന്നില്ല. കുറച്ചുകൂടി നീ വളരാൻ ആവശ്യമായി, വികസിക്കാൻ ആവശ്യമായി, വലുതാവാൻ ആവശ്യമായി, വ്യക്തിയാവാൻ ആവശ്യമായത്, മനസ്സ് വളരാൻ ആവശ്യമായി, നിന്റെ അറിവും വികാസവും ഒക്കെ വളരാൻ ആവശ്യമായ ബാലദശ പൂർത്തീകരിക്കാൻ നീ അമ്മയുടെ കൂടെ 2 കൊല്ലം കഴിച്ചു കൂട്ടണം. അതൊരു ശാസ്ത്രമാണ്. ഒരു വ്യക്തിയുടെ തുടക്കത്തിന്റെ ശാസ്ത്രം, ഒരു വ്യക്തിയുടെ വളർച്ചയുടെ ശാസ്ത്രം. എന്നിട്ട് പറയാണ്, അപ്പൊ നീ മറക്കാൻ പാടില്ല, അനിഷ്കുർലി വലിവാല്യത, അനിഷ്കുർലി. ഇങ്ങനെയൊക്കെ നിന്നെ നൽകിയത്, നിന്നെ സംവിധാനിച്ചത്, നിന്നെ വളർത്തിയത്, നിനക്ക് ആവശ്യമായതെല്ലാം നൽകിയത് ആ ഖേദാരത്തിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് അവനെ നീ നന്ദിയുള്ളവനായി ഓർക്കണം, നന്ദിയുള്ളവനാവണം. അതിന് വിധേയമായിട്ടുള്ളത് നിന്റെ മാതാപിതാക്കന്മാരാണ്. അവരോട് നീ നന്ദിയുള്ളവരായിരിക്കണം. ഒരു ശാസ്ത്രം. ഞങ്ങളോട് നിങ്ങൾ ആ ആയത്ത് ഓതാൻ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളെ ജീവിതത്തിൽ അത് പാലിക്കാൻ പഠിക്കുക എന്നുള്ളതാ ചോദ്യം. നമ്മളെല്ലാവരെയും നമ്മൾ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ, ഈ അധ്യാപകർ, ജ്യേഷ്ഠാനുജന്മാർ, കുട്ടികൾ, കുടുംബക്കാരൊക്കെ. നമുക്ക് ജീവിതത്തിൽ മനുഷ്യനോടുള്ള ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ആരോടാണുള്ളത്? മാതാപിതാക്കളോടാണ്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ അതിൻ്റെ മറ്റ് വശങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ അവരോട് നന്ദിയുള്ളവരാവണം. എന്താ നന്ദി? ബാക്കി ഭാഗം ഇങ്ങനെ വായിച്ചു നോക്കിയാൽ കിട്ടുന്ന 2 വശങ്ങൾ മാത്രം ഞാൻ പറയണം. ആയത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ. ഒന്ന്, അവരുടെ കൂടെ തന്നെ നീ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആള്, ഉമ്മ, വാപ്പ, അച്ഛൻ, നിനക്ക് ഇഷ്ടമില്ലാത്ത, നിന്റെ സൃഷ്ടാവിന് ഇഷ്ടമില്ലാത്ത, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന് ചേരാത്ത രീതിയിൽ നിന്റെ പിന്നാലെ വടിയെടുത്ത് കൂടുകയാണെങ്കിലും എന്താണ് അവരോട്? വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ.
ഒരു ശാസ്ത്രം, ഒരു മനുഷ്യവർഗത്തിന്റെ ശാസ്ത്രം പഠിപ്പിക്കുകയാണ്. ജന്മം, വളർച്ച, വികാസം എന്ന് പറയുന്നത് മാതാപിതാക്കളിലൂടെയാണ്. അവരോട് എല്ലാ സമയത്തും താതാത്മ്യം പ്രാപിച്ചാണ് മക്കൾ നിലകൊള്ളേണ്ടത്. ചിലപ്പോൾ താതാത്മ്യം പ്രാപിക്കാൻ പറ്റാത്ത വിയോജിപ്പുള്ള, കർക്കശമായ വിയോജിപ്പുള്ള സന്ദർഭം വന്നാൽ എന്താണ്? അവർ പൂജാരിയായി, അള്ളാഹുവിനെ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി. എന്നാൽ പോലും ദുനിയാവിൽ അവർക്ക് എന്ത് നൽകണം? വസാഹിബുമാ ഫിദ്ദുനിയാ മഅറൂഫ. അവർക്ക് ദുനിയാവിൽ അവരുടെ വിഹിതം എന്തൊക്കെയുള്ളത് അതെല്ലാം കൊടുക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വാർത്തകൾ. കോടതിയിൽ ഇപ്പൊ കേസാണ്. എന്താ കേസ്? മക്കൾ ആരെയും ഒന്ന് പറയണം. കോടതിയിൽ ഇപ്പൊ ബാപ്പാനും ഉമ്മാനും തമ്മിൽ കേസ് വന്നിട്ടുണ്ട്. ഖുർആൻ വായിക്കുമ്പോൾ പുറംലോകം വായിക്കണം, ഖുർആൻ വായിക്കുമ്പോൾ ചുറ്റുപാട് വായിക്കണം, ഖുർആൻ വായിക്കുമ്പോൾ നാട്ടുകാരെ വായിക്കണം, ഖുർആൻ വായിക്കുമ്പോൾ മനുഷ്യന്മാരെ കുറിച്ച് വായിക്കണം. നിങ്ങൾ വായിച്ചൊരു കഥ നിങ്ങൾ പറയാം, അല്ലെങ്കിൽ ഞാൻ അമ്മമാരോട് ചോദിക്കും. ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയെ കുറിച്ച് ഇപ്പൊ ഒരു വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? കോടതിയിൽ കേസ്, കോടതി വിധിച്ചത് എന്താ? നിങ്ങൾ 10,000 റുപ്യ ഒരു കേസ്, 10,000 റുപ്യ എല്ലാ ദിവസവും അച്ഛനും അമ്മേൻ്റെയും കൈ കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇടണം. എത്ര വിയോജിപ്പുണ്ടായാലും അന്നം കൊടുക്കൽ, ഭക്ഷണം കൊടുക്കൽ, ജീവിക്കാൻ അനുവദിക്കൽ, ജീവിക്കാൻ സൗകര്യം കൊടുക്കൽ മനുഷ്യന്റെ ബാധ്യതയാണ്. ഇങ്ങനെ നോക്കിയാൽ മനുഷ്യന്റെ ബന്ധങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ വളർച്ചയെക്കുറിച്ച്, മനുഷ്യന്റെ രക്തബന്ധത്തെക്കുറിച്ച്, ജന്മബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു ശാസ്ത്രം ഖുർആനിൽ ണ്ട്. അങ്ങനെ പഠിച്ചു നോക്കി, നിങ്ങൾ പഠിച്ചു നോക്കി. നമ്മളെ കുട്ടികൾ പഠിച്ച ആയത്ത് ഇങ്ങനെ ഓതുമ്പോ രാഗാത്മകമായി ഓതും. അപ്പോഴും അമ്മയെ ചീത്ത പറയുന്നവനായി, അമ്മക്ക് നേരെ മുഖം ചുളിക്കുന്നവനായി, അമ്മ വിളിച്ചാൽ വരാത്തവനായി, വിളിച്ചെടുത്ത് വരാത്തവനായി, അമ്മയെ ചാക്കിൽ കെട്ടി റെയിൽപാളത്തിൽ തള്ളുവന്നവനായി ഒരു മനുഷ്യൻ മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഖുർആൻ എന്ന വിജ്ഞാന ശാസ്ത്രം പഠിച്ചതുകൊണ്ട് ജീവിതം പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് സാധ്യമായില്ല എന്നത് അവസ്ഥ. അപ്പോൾ ജീവിതം പ്രയോഗവൽക്കരിക്കാനാണ് ഖുർആൻ. അതിലേറ്റവും ആദ്യത്തെ ഒരു ഉദാഹരണമാണ് അച്ഛനും അമ്മയും ബാപ്പയും മക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അത് വിശദമായി ഞാൻ പറയുന്നില്ല. അങ്ങനെ വന്നാൽ ഞങ്ങളുടെ ഒരു താല്പര്യം എന്തിനാ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് അയച്ച്? നിന്റെ നാട്ടിലെ കുട്ടിക്ക് IAS കിട്ടി, അപ്പോൾ അവന് സമ്മാനം കൊടുത്ത് എല്ലാ സംഘടനക്കാരും, ഷഫീഖ് മൗലവിൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും അല്ലാത്ത വേറെ രാഷ്ട്രീയ സംഘടനകളും എല്ലാവരും അദ്ദേഹത്തിന് സമ്മാനം കൊടുത്ത് പത്രത്തിൽ ഫോട്ടോ കാണുന്നുണ്ട്. ഉമ്മർ സാഹിബിനൊക്കെ അറിയാം എന്താ സംഭവം. IAS വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉദ്യോഗം കിട്ടാൻ പോവുകയാണ് ആ കുട്ടിക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വാപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്നപ്പോൾ ആരാ അവിടെ ആദരിക്കപ്പെട്ടത്? ഇന്നലെ അയാളുടെ പേര് ഷെരീഫ് മാസ്റ്റർ. ആദരിക്കപ്പെട്ടത് ആരാ? നിങ്ങൾ പറഞ്ഞാണി. ഞങ്ങൾ ആദരിക്കാൻ വേണ്ടി പോയതാണ് മോൻ്റെ അടുത്തേക്ക്. ആദരിക്കപ്പെട്ടത് ആരാ? ആരാദരിക്കപ്പെട്ടത്? പറയും, നിങ്ങൾ ഉറക്കെ പറയും. ആരാദരിക്കപ്പെട്ടത്? അവിടെ സൊസൈറ്റിയിൽ ആദരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ആ ഉമ്മയും വാപ്പയാണ്. എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മാക്കാണ് ആശംസകൾ നേർന്നത്. ആ ഉമ്മ അവന്റെ വളർച്ചയിൽ വഹിച്ചിട്ടുള്ള പങ്കിന്റെ അത്യപൂർവമായ ഘട്ടമാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. ഉമ്മയും വാപ്പയാണ് നമ്മളാക്കുന്നത് എന്നാണ് പറഞ്ഞ രാഗത്തുക. അപ്പൊ ഞങ്ങളുടെ ഒരു ആഗ്രഹം പറയാ, ഈ അവാർഡൊക്കെ വാങ്ങിയ കുട്ടികളുടെ ഒരു ആഗ്രഹം. മൗലവിക്ക് കുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കും കുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ആഗ്രഹം ഞാൻ പറയാം. എന്താ ആഗ്രഹം എന്നറിയാം? എന്താ നിങ്ങളൊക്കെ ആഗ്രഹം? എന്തിനാ ഖുർആൻ പഠിപ്പിച്ചോനെ? നമ്മൾ പറയാം ഇപ്പൊ അതിനൊരു അർത്ഥം കാണണം. എന്തിനാ നമ്മളെ ഖുർആൻ പഠിപ്പിച്ചത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കും റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചോനെ, എന്നെ എൻ്റെ ഇണയെ, ഭാര്യയെ, ഭർത്താവിനെ, മോമാലിയൊക്കെ സമ്മാനം കൊടുക്കാൻ വന്നപ്പോൾ ഞാൻ രണ്ടാളിങ്ങനെ നോക്കിനി. എൻ്റെ മോമാലിൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഞാൻ ഒരു പുറത്ത് കൂടെ തല്ലിട്ട് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ കേട്ടില്ലേ അവനെ നല്ല തല്ലിക്കൊണ്ടിയാറ്. ഇപ്പം ഇറങ്ങിപ്പോയ ഉമ്മനോട് പറഞ്ഞതാണ്, പറഞ്ഞാൽ കേട്ടില്ലേ അവനെ നല്ല തല്ലിക്കൊണ്ടി. അതിൻ്റെ അർത്ഥം എന്താ? ഉമ്മാൻ്റെ മനസ്സിൽ എപ്പോഴുള്ള ആഗ്രഹം എൻ്റെ മോമാലി നല്ലോനാവണം എന്നാ. എല്ലാവരുടെയും ആഗ്രഹം എന്താ? മക്കളെ കണ്ടാൽ, ഭാര്യയെ കണ്ടാൽ, കുടുംബത്തെ കണ്ടാൽ കൺകുളിർമയുണ്ടാവണം എന്നതാണ്. അപ്പൊ ഞങ്ങളെ ആഗ്രഹം എന്താണ്? നല്ല കൺകുളിർമയുള്ള സന്തതികൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ജീവിക്കുന്ന ശാസ്ത്രം. ഞാൻ അവസാനിപ്പിക്കാം, വളരെ കുറഞ്ഞ സമയമുള്ളൂ. രണ്ട് ജീവിക്കണം. ഒന്ന് ചെറുപ്പകാലം പറഞ്ഞു, രണ്ട് ജീവിക്കണം. ജീവിക്കാൻ എന്താ മാർഗം?
എങ്ങനെ ജീവിക്കണം എന്നാണ് ശാസ്ത്രമാണ്, ജീവിക്കാനുള്ള ശാസ്ത്രം. എങ്ങനെ ജീവിക്കണം എന്നാണ്, എങ്ങനെ ജീവിക്കണ്ടേ? ഖുർആൻ പറയുന്നതാണ്. ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ട്, ലാ തൗക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. മനുഷ്യന്റെ ജീവിതത്തിന് അനിവാര്യമായുള്ളത് സമ്പത്താണ്. ആ സമ്പത്ത് മറ്റേത് സ്വീകരിക്കാൻ പാടില്ല. ആ സ്വീകരിക്കുന്നത് ഏത് മാനദണ്ഡത്തിലാവണം? അധ്വാനത്തിന്റെയോ വ്യാപാരത്തിന്റെയോ പരസ്പര തൃപ്തിയുടെയോ അടിസ്ഥാനത്തിലാവണം. അങ്ങനെ തൃപ്തി ഇല്ലാത്ത രീതിയിൽ വേറെ ആളുടെ സമ്പത്ത് സ്വീകരിക്കാൻ പാടില്ല. ഖുർആനൊക്കെ പഠിച്ച് കാണാപാഠം പഠിച്ച് ഇമാമായി പള്ളിയിൽ ചെന്ന് മഹലിന്റെ നേതാവായി, എന്നിട്ട് ഈ ആയത്ത് എങ്ങനെയാണ് നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കേണ്ടത്? ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രയോഗത്തിനുള്ള ഒരു അധ്യാപനമാണ്, ഒരു ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്താണ് ഖുർആൻ പറഞ്ഞു? അല്ലല്ലാഹുൽ ബൈഅ വ അർറമ റിബ. മനുഷ്യന്റെ സമ്പത്ത് സ്വീകരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യലാണ്. അതിനപ്പുറത്തേക്ക് പണം വെച്ചിട്ടുള്ള ഒരു ഏർപ്പാടുണ്ട്, അതാണ് പലിശ. അത് വിലക്കിയിട്ടുണ്ട്. അപ്പൊ പണം സ്വീകരിക്കാനുള്ള ഒരു മാർഗം അധ്വാനവും കച്ചവടവുമാണ് മനുഷ്യന് ജീവിക്കാനുള്ള വഴി. മറ്റവന്റെ സമ്പത്ത് സ്വീകരിക്കാൻ പാടില്ല. മറ്റവന്റെ സമ്പത്ത് സ്വീകരിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്. അങ്ങനെയാണ് പോയി നോക്കിയാൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എന്തുണ്ട്? വിശുദ്ധ ഖുർആൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ പാലി നോക്കി. അമ്മ വേണം, അമ്മ പവിത്രമാകണം, വ്യഭിചരിക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? എന്നെങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? വ്യഭിചരിക്കാൻ പാടില്ല. മനുഷ്യന് ശാരീരികമായ ആവശ്യം ഉണ്ടാവും, മാനസികമായ ആവശ്യം ഉണ്ടാവും, വികാരം ഉണ്ടാവും. അത് ശമിപ്പിക്കാൻ ഇഷ്ടം പോലെ സമീപിക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താണ്? നിനക്ക് അഡ്രസ് ഉണ്ടാവണമെന്നാണ്. നിന്റെ ഈ വൈകാരികമായ ശാരീരികമായ ആവശ്യത്തിന് വഴിവിട്ടൊരു മാർഗം സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ എന്തുണ്ടാവില്ല? നീ ആരാന്നറിയില്ല, നിന്റെ അമ്മ ആരാ അറിയില്ല, നിന്റെ പിതാവ് ആരാണെന്ന് അറിയില്ല, നിന്റെ അഡ്രസ്സ് അറിയില്ല. എല്ലാവർക്കും അഡ്രസ്സ് ഉണ്ട്. ഷെഫീഖ് മൗലവിനെ വിളിച്ചാൽ ഞാൻ ഷെഫീഖ് മൗലവിന്റെ വപ്പാനെ എനിക്കറിയാം, ഇടക്കരക്കാരനാണ്. വാപ്പാനെ ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. മൗലവിനെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? മൗലവിനെ പരിചയപ്പെടുന്നത് ഉപ്പാനെ പരിചയപ്പെട്ടിട്ടാ. എന്നെ പരിചയപ്പെടുന്നെങ്കിൽ എൻ്റെ ഉപ്പാനെ പരിചയപ്പെട്ടു. എൻ്റെ മോനുണ്ട്, മോന്റെ മോനെ പരിചയപ്പെടുന്നെങ്കിൽ എന്നെ പരിചയപ്പെട്ടിട്ടാ. ഒരു മനുഷ്യൻ ഒരു അഡ്രസ് എന്ന് പറയുന്ന, ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന, ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ ഒരാളേ ഉള്ളൂ ഭൂമിയിൽ. ഷെഫീഖ് മൗലവി ഇനി വേറല്ല. മത്സരിക്കുന്നപ്പോൾ ഒരാളുണ്ട്, പ്രതിഷ്ഠിതനായ ഒരാള്, അയാൾ വേറല്ല. മരിക്കുന്ന ഒരാളുണ്ട്, അയാൾ വേറല്ല. ഒക്കെ ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അഡ്രസ്സ് നൽകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് അതിരുണ്ടാകണം. ലാ തഖ്റബുസ്സിന ഇന്നഹു സബീല. അത് വളരെ മോശപ്പെട്ട സംഗതി. അതിന് അപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മളെങ്ങനെ ഒരു കൃത്യമായ വ്യവസ്ഥയുള്ള, ചിട്ടയുള്ള, ബോധമുള്ള നല്ല ഒരു മനുഷ്യനാകാൻ ആവശ്യമായതെല്ലാം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്നതിൻ്റെയൊക്കെ താല്പര്യം ഈ ഖുർആന്റെ താല്പര്യമാണ്. ഈ ഖുർആനിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ലോകം മുന്നോട്ട് പോകുന്നത്. രണ്ട് ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സ്ഖലിതം എന്ന് പറഞ്ഞാൽ മാനസികമായ വ്യതിയാനമാണ്. ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. കുട്ടികൾ പറയണം, ആദ്യത്തെ രണ്ട് മനുഷ്യന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആദം നബി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഭർത്താവിന് ശരിയാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചോദിക്കണം. ആരാ മോനെ? ആദമിന്റെ രണ്ട് സന്തതികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഓല് ചെയ്തൊരു പണിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ആരെങ്കിലും ഒന്ന് പറഞ്ഞാണി? പറഞ്ഞോളി, വിളിച്ചു പറഞ്ഞോളി. എന്താ ഓല് ചെയ്തത്? പറഞ്ഞോളി. കൊല്ലുന്നതിന് മുമ്പൊരു സംഭവം ഉണ്ടേ. കുർബാന അർപ്പിച്ചു. പടച്ചോന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി, സാമീപ്യം കിട്ടാൻ, അങ്ങനെ തന്നെ ഖുർആൻ പറയും. കുർബാന അർപ്പിച്ചു. അപ്പൊ കുർബാന അർപ്പിച്ച രണ്ടാളും ചെയ്ത പണി ഒന്നാണ്, പക്ഷെ സംഭവിച്ച ഫലം വേറെ ഒന്നാണ്. രണ്ടാളും എന്താണ്? ബലിദാനമാണ് നൽകിയത്. ഒരാളെ ബലിദാനം സ്വീകരിക്കപ്പെട്ടു, മറ്റൊരാളുടെ ബലിദാനം സ്വീകരിക്കപ്പെട്ടില്ല. ഖുർആനിലുള്ളതാണ് ഞാൻ പറയുന്നത്. ആയത്തിന്റെ നമ്പറൊക്കെ കൊണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയില്ല. കുർബാന അർപ്പിച്ചപ്പോൾ ഒരാളുടെ കുർബാന എന്തായി? സ്വീകരിക്കപ്പെട്ടു. അതവിടെ ബോധ്യപ്പെട്ടു, അത് സ്വീകരിക്കപ്പെട്ടു. മറ്റാളത് സ്വീകരിക്കപ്പെട്ടില്ല. രണ്ടാളും ഒരേ നാട്ടിൽ, രണ്ടാളും ഒരേ വാപ്പാന്റെ മക്കൾ, രണ്ടാളും ഒരേ പ്രകൃതിയിൽ, ഒരേ നാട്ടിൽ, ഒരേ കാലാവസ്ഥയിൽ ജീവിച്ചു. രണ്ടാൾക്കും ആ ഒറ്റ വ്യത്യാസമുള്ളത്, ഒരാളുടെ മനസ്സ് കുർബാന അർപ്പിച്ചപ്പോൾ വിശുദ്ധമായ കുർബാനയാണ്, മറ്റേ ആൾ കുർബാന അർപ്പിച്ചപ്പോൾ അല്പം വിശുദ്ധി കുറഞ്ഞ കുർബാനയാണ്.
വിശുദ്ധി കുറഞ്ഞ കുർബാന സ്വീകരിക്കപ്പെട്ടില്ല, വിശുദ്ധിയുള്ള കുർബാന സ്വീകരിക്കപ്പെട്ടു. ഇവിടെ എവിടെയാണ് വ്യത്യാസം ഉണ്ടായത്? അതുകൂടി പറഞ്ഞ് ഞാൻ പ്രശ്നം സംസാരിക്കുക. നിങ്ങൾ വല്ലാതെ എൻ്റെ കൂടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ നിർത്തവേ. എവിടെയാണ് വ്യത്യാസം ഉണ്ടായത്? രണ്ടാളും ഒരാളെ മക്കളാണ്, രണ്ടാളും മനുഷ്യന്മാരാണ്, രണ്ടാളും ആണുങ്ങൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. ആണുങ്ങളാണ്. അവർ ബലിയർപ്പിച്ചപ്പോൾ എവിടെയാണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്? രണ്ടാളും തമ്മിലൊരു വ്യത്യാസമല്ലേ? എവിടെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്? വലിയവർക്കും പറയാം, ഉമ്മറൊക്കെ പറഞ്ഞാണി ഇരുന്നിട്ട് പറഞ്ഞാൽ മതി. എവിടെ എപ്പോഴും വ്യത്യാസം ഉണ്ടായത്? മനസ്സിലാണ് വ്യത്യാസം ഉണ്ടായത്. മനസ്ഥിതിയിലാണ് വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ഖുർആൻ സംവദിക്കുന്ന അവന്റെ മനസ്സിനോടാണ്. അവന്റെ മനസ്സിനെ ഈ സൃഷ്ടാവുമായി, ഈ പ്രപഞ്ച സത്യങ്ങളുമായി, അവന്റെ കടമകളുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു രേഖയാണ് വിശുദ്ധ ഖുർആൻ. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ആദ്യത്തെ ഈ അള്ളാഹുവിന് വേണ്ടി അർപ്പിച്ച കുർബാനയുടെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. മുത്തക്കീങ്ങളായ ആളുകളുടേതേ മാത്രമേ, മുഖ്ലിസീങ്ങളായ ആളുകളുടേത് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ പഠിക്കുകയും അണിയുകയും വേഷം ധരിക്കുകയും ഇതിന്റെ വക്താക്കളാവുകയും ഒക്കെ ചെയ്യുമ്പോൾ എവിടെയാണ് ശുദ്ധീകരണം ഉണ്ടാവേണ്ടത്? എവിടെയാണ് ഉണ്ടാവേണ്ടത്? ഹൃദയത്തിലാണ്. ഹൃദയ വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള ഏറ്റവും നല്ല മരുന്നാണ് വിശുദ്ധ ഖുർആൻ. ഹൃദയ വിശുദ്ധി ഉണ്ടാക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. നിങ്ങൾ ഇതൊക്കെ കേട്ട് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. എനിക്കും ഒരു ഉഷാറായിട്ട് തോന്നില്ല. ഞാൻ ചുരുക്കുകയാണ്. ഖുർആൻ നമ്മളെ കയ്യിലുണ്ട്. ഇത് വായിച്ച് മുസ്ലിങ്ങളാവണമോ അല്ല ഇത് പ്രയോഗിച്ച് മുസ്ലിങ്ങളാവണമോ എന്നാണ് നമ്മുടെ മുമ്പുള്ള ചോദ്യം. ഖുർആൻ പ്രയോഗിച്ച് വിശ്വാസിയാകണം, പ്രയോഗിച്ച് മുഅ്മിനാകണം, പ്രയോഗിച്ച് വിശുദ്ധനാവണം, പ്രയോഗിച്ച് മാതൃകയുള്ളവനാവണം. നമ്മൾ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളുമായി കെട്ടിമറിഞ്ഞു കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട താല്പര്യം ഈ ഖുർആൻ കൊണ്ട് നല്ല മനുഷ്യനാവണം, വിശുദ്ധനാവണം, ഖുർആൻ മാതൃകയാവണം, ഖുർആൻ കൊണ്ട് മാതൃകയായ ഒരു സൊസൈറ്റി ആവണം. നമ്മളെ കണ്ട ഖുർആൻ മനസ്സിലാവുമല്ലേ എന്നുള്ള ചോദ്യം. ന്യൂസിലൻഡിൽ ഒരു സംഭവ വികാസം ഉണ്ടായി. നിങ്ങളെല്ലാവരും കേട്ടോ. എന്താ ന്യൂസിലൻഡ് ഉണ്ടായ മക്കളെ? ഇപ്പൊ ന്യൂസിലൻഡ് എന്താ ഉണ്ടായത്? പറഞ്ഞോടി നിങ്ങളെ. വെടിവെച്ച് കൊന്നു. ഒരാളുകൾ കയറിയിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ വന്ന ആളുകൾ നേരിട്ട് വെടിവെച്ചു. 10-60 ആളുകൾ പോയി. എന്താ രാജ്യം പറഞ്ഞ സംഗതി? എന്താ അറിയുന്നത്? ആ രാജ്യം പറഞ്ഞ സംഗതി ഈ വെടിവെക്കപ്പെട്ട മനുഷ്യനെ മാത്രമല്ല, ആ വെടിവെക്കാൻ താല്പര്യമുണ്ടായിട്ടുള്ള വികാരത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിന്റെ പാർലമെന്റ് ആരംഭിച്ചത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ്. മുസ്ലിങ്ങള് അക്രമികളും കൊലപാതകളും തീവ്രവാദികളും ഭീകരവാദികളും ആണെന്ന് ലോകം പ്രചരിപ്പിക്കുമ്പോ 10-20 ആളുകളെ പരസ്യമായി വെടിവെച്ച കൊന്ന ആളെ അപലപിച്ചുകൊണ്ട് ആ രാജ്യം പറഞ്ഞു, ഞങ്ങൾ ഈ ഖുർആനിന്റെ മെസ്സേജിന്റെ കൂടെയാണ്, ഈ ഖുർആനാണ് ഞങ്ങൾ പാർലമെന്റിൽ ആദ്യം ഓതുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രി മുസ്ലിമൊന്നും അല്ല കേട്ടോ. അവർ വന്നിട്ട് പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു ഖുർആൻ പാരായണം ചെയ്യണം. പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ തലപ്പാവ് ധരിക്കണം, ഇത് ധരിക്കണം, നിഖാബ് ധരിക്കണം, അല്ലേ? ആ ഖുത്ബ കേൾക്കാൻ വേണ്ടി ആയിരക്കണക്കിന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ അവിടെ മൈതാനിയിൽ വന്നു. അവരെന്താ പറഞ്ഞത്? ഈ ഖുർആനിന്റെ അനുയായികളായി ന്യൂസിലൻഡിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ഖുർആനിന്റെ പതിപ്പുകളാണ്. അവരുടെ ജീവിതത്തിന്റെ നന്മയും അവരുടെ ജീവിതത്തിന്റെ മാതൃകയും അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും കണ്ടുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ വെടിവെച്ച് കൊന്ന ആളുകൾ അവർ വിശുദ്ധരാണ്. അവരുടെ വിശുദ്ധമാർന്ന മാർഗത്തിലൂടെ ജീവിക്കാൻ താല്പര്യമുള്ള 10,000-കണക്കിന് മനുഷ്യന്മാർ ഇനിയും ലോകത്ത് വരുമെന്ന് പറഞ്ഞു. അതാണ് ഖുർആന്റെ പ്രത്യേകത. ജീവിച്ച് കാണിച്ചു കൊടുക്കുക, ഖുർആൻ കൊണ്ട് ജീവിതമാവുക, ഖുർആൻ മാതൃകയാവുക, ഖുർആനിന്റെ പതിപ്പുകളായി മാറാൻ ഓരോ വീടുകളിലും ഓരോ ഗ്രാമങ്ങളിലും ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചില ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതുകൂടി പറഞ്ഞ് ഷഫീഖ് മൗലവി ഞാൻ നിർത്തുക.
ചില ആളുകൾക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട്, ഇപ്പോൾ പണിയൊന്നുമില്ല, പണി കിട്ടാൻ വലിയ പണി. ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ അതിൽ 5 കോളേജ് പ്രൊഫസർമാരുണ്ടായിരുന്നു, 6 ഡോക്ടർമാരുണ്ടായിരുന്നു, ഡോക്ടറേറ്റ് നേടിയ 3 ആളുകളുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ചർച്ച. അതിൽ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾ ഞാനാണ്. അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ എഞ്ചിനീയറിംഗ് ബിരുദെടുത്ത പട്ടിണിയാവും, ഡോക്ടർ ബിരുദെടുത്ത പട്ടിണിയാവും, ഡോക്ടർമാരൊക്കെ വെറുതെ വായിന്നറിയാം. 10,000 ഡോക്ടർമാരുടെ ജോലിയുണ്ട് കേരളത്തിൽ, ജോലി ഇല്ലാതെ നടക്കുന്നത്. എഞ്ചിനീയർമാരെ കഥ പറയേണ്ടില്ല, മുട്ടിന് എഞ്ചിനീയർമാരാണ്. അപ്പോൾ പണ്ടൊക്കെ ജോലി കിട്ടാൻ വേണ്ടി വലിയ ജോലി അന്വേഷിച്ച് പോയിരുന്ന മാർഗ്ഗമാണ് എഞ്ചിനീയർ. നമ്മുടെ സമുദായത്തിന് തോന്നി എഞ്ചിനീയർ ആയാലേ യോഗ്യനാവുള്ളൂ. പാപ്പാക്കും ഉമ്മാക്കും ഇങ്ങനെ തോന്നിയെന്ത്, എൻ്റെ മകനെന്ന് എഞ്ചിനീയർ ആയാൽ, എൻ്റെ മകനെന്ന് എഞ്ചിനീയർ ആയാൽ, എൻ്റെ മകൻ എഞ്ചിനീയർ കടവും കള്ളിയൊക്കെ വാങ്ങിയിട്ട് ഓനെ അങ്ങനെ പഠിപ്പിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഓനെ 5,000 ഉറുപ്പിക കൂടി കിട്ടില്ല, 5,000 ഉറുപ്പിക കൂടി കിട്ടില്ല. ഡോക്ടറായി ഓനെ പഠിപ്പിച്ചു. ഒന്ന് നോക്കുമ്പോൾ ഒരു കോയിൽ വെച്ച് കുത്തുന്ന ആരും ഓൻ്റെ അടുത്തേക്ക് പോകില്ല. ഓൻ്റെ ഡിഗ്രീൻ്റെ മോൾ എത്ര ഡിഗ്രി ഉണ്ട് നോക്കണേ. അപ്പോൾ വലിയ ബിരുദം നേടിയ ആളുകളെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത ആളായി. അതൊരു വിഷയം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പിന്നെ ജീവിക്കാൻ എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നതെങ്കിൽ അത് അസഫലമാകും. ഒരു 15,000 ഉറുപ്പിയൊക്കെ പള്ളിയിൽ പോയാൽ ഇമാമായി നിന്നാലും ജീവിക്കാൻ പറ്റും എന്നാണെങ്കിൽ അള്ളാഹു ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിച്ച, അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ള, അള്ളാഹു നമുക്ക് സന്മാർഗവും വെളിച്ചവും രക്ഷയുമായി നൽകിയിട്ടുള്ള ഖുർആനിനെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതിൽ നമ്മൾ വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടില്ല വരും. അതുകൊണ്ട് മക്കളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, ഈ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാകുക, നിങ്ങളുടെ കുടുംബത്തിന് വെളിച്ചമാകുക, നിങ്ങളുടെ അയൽപക്കത്ത് വെളിച്ചമാകുക, നിങ്ങളുടെ വാക്കുകൊണ്ട് വെളിച്ചമാകുക, നിങ്ങളുടെ ചിന്ത കൊണ്ട് വെളിച്ചമാകുക, നിങ്ങളുടെ സമീപനം കൊണ്ട് വെളിച്ചമാകുക. നിങ്ങളെ കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദി ആയിഷ ബീവിയോട് ചോദിച്ച ചോദ്യം നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. റസൂലുള്ളാഹിന്റെ മാതൃക പിൻപറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഖുർആനിന്റെ പതിപ്പുകളാവുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ ജീവിതത്തിൽ പകർത്തുക. വാപ്പയിൽ, ഉമ്മയിൽ, ബന്ധങ്ങളിൽ, അയൽപ്പക്കത്ത് എല്ലായിടത്തും കുടുംബത്തിന്റെ വെളിച്ചം, ഖുർആനിന്റെ വെളിച്ചം ഉണ്ടാകാനുള്ള ഒരു പ്രഭയാണ് ഇവിടുന്ന് കത്തിച്ചു തന്നത്. ഇത് കത്തിച്ച് 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 എണ്ണ പാർന്ന് ജ്വാലയായി ഉയരണം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പേരിൽ. എവിടുന്നാണ് നിനക്കത് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചതാ. പിന്നെ ഈ പറയുന്ന വിശദീകരണമൊക്കെ എവിടുന്ന് കിട്ടിയതെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ അന്വേഷണം കൊണ്ട്, എൻ്റെ പഠനം കൊണ്ട്, എൻ്റെ നിരീക്ഷണം കൊണ്ട് കിട്ടിയതാ. ഖുർആൻ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ട് തന്നെ ഇറങ്ങിയ ആദ്യത്തെ ആയത്തന്നെ എന്താ പറയുക? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യത്തെ സന്ദേശം സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, റബ്ബിനെ കുറിച്ചാണ്. റബ്ബാരാ? ഈ സംവിധാനത്തിന്റെ ഉടമസ്ഥൻ. അവൻ ചെയ്ത നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? സൃഷ്ടിപ്പാണ്. സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം പഠിച്ചാലും മതിയാവാത്ത അത്ര വിശാലമായ അറിവിന്റെ ഒരു കേന്ദ്രമാണ് സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. ആ സൃഷ്ടിപ്പിനെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അപ്പൊ ഖുർആൻ പഠിച്ചിട്ട് അങ്ങനെ കാണുക, ചെടിയെ കാണുക. നിങ്ങൾ സമ്മാനം വാങ്ങിയില്ലേ? എവിടെ സമ്മാനം വാങ്ങിയടാ? എടുക്ക്, എൻ്റെ കയ്യിലുണ്ട് സമ്മാനം, ഒരു ചുവന്ന സമ്മാനം. എടുക്ക്, മേലക്ക് പിടിച്ച്. ഖുർആൻ പറയുന്നുണ്ട് ഈ സാധനത്തെ കുറിച്ച്. ഒരേ മണ്ണിൽ, ഒരേ വെള്ളത്തിൽ, ഒരേ കാലാവസ്ഥയിൽ, ഒരേ സൂര്യനിൽ, ഒരേ വായുവിൽ ഉണ്ടാകുന്ന സസ്യങ്ങളിൽ വിവിധ വർണ്ണങ്ങളും വിവിധ രീതികളും വിവിധ രുചികളുമുള്ള പഴങ്ങളും പൂക്കളും നൽകിയത് ആരാ? അങ്ങനെ കാണുന്ന സകലമാന സംഗതികളെ കുറിച്ചും കണ്ടും കേട്ടും അറിഞ്ഞും അന്വേഷിച്ചും ഈ ഖുർആനിനെ പ്രഭയുടെ പ്രകാശത്തിന്റെ ഗോരപുരമാക്കിയെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു കാര്യം ദയവായി ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഓരോരുത്തൻ്റെയും കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഖുർആനിനെ എങ്ങനെ നിരന്തരമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ പുതിയ 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 വെളിച്ചം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഖുർആനെ പഠിക്കുകയും അങ്ങനെ ഖുർആനെ പാരായണം ചെയ്യുകയും അങ്ങനെ ഖുർആനെ മറ്റാൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുക. ഞാനൊരു ചോദ്യം കുട്ടികളോട് ചോദിച്ച് അവസാനിപ്പിക്കുക. ഈ ഖുർആൻ ഒരു അമുസ്ലിമായ സഹോദരൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എല്ലാവരും പറയണം ഉത്തരം. ഞാൻ അവസാനിപ്പിക്കും. ഈ സ്കൂൾ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടോ അല്ലേന്നതിന് ഞാൻ കണ്ടെത്തുന്ന ഒരു ഉത്തരമാണ്. ഈ ഖുർആന്റെ ഒരു പതിപ്പ് ഒരു അമുസ്ലിമായ ഒരു രാധാകൃഷ്ണൻ ഒരു വേലായുധം വന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എന്തുത്തരം പറഞ്ഞാൽ ഞാനത് തെറ്റാന്ന് പറയില്ല കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞോളൂ. ഓന് പറയണം എന്നുണ്ട് പറഞ്ഞാൽ ഞാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് പറയില്ല, ഇരുന്ന് പറഞ്ഞാൽ മതി.
നമ്മളെ പ്രസ്ഥാനം ഖുർആനിനെ സമീപിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത്, നമ്മളാണ് അതിൻ്റെ അനുയായികൾ. പക്ഷെ ഇത് അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും പരിശീലിക്കാനും താല്പര്യമുള്ള എല്ലാ മനുഷ്യന്മാർക്കും അവസരത്തിനൊത്ത് തുറന്നു കൊടുക്കുന്ന ഒരു മഹാവിജ്ഞാനത്തിന്റെ സാഗരമാണ് വിശുദ്ധ ഖുർആൻ. അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഏത് സംഗതികളെടുത്തു എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു ഖുർആനിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഉസ്താദിനോട് ചോദിക്കട്ടെ പറഞ്ഞതിന് പകരം ഇപ്പം നിങ്ങൾക്ക് 13, 12, 14, 11 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഒരു 22 വയസ്സാകുമ്പോൾ ഖുർആനിൻ്റെ ഏത് വിഷയം വന്ന് ആര് വന്ന് ചോദിച്ചാലും, എന്നെപ്പോലത്തെ മൗലവി എന്ന് പറയുന്നത് ഞാനും ഷഫീഖ് മൗലവിയൊക്കെ വന്ന് ചോദിച്ചാലും ഞങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നു. ഓനെ ഖുർആൻ ചെറുപ്പത്തിൽ ഹിഫ്ളാക്കിയോനാ. ഓനോട് ചോദിക്കുമ്പോൾ എഴുതിയിട്ട് വേണം ചോദിക്കാൻ. ഞാൻ എഴുതി കൊണ്ടുവന്നത് എന്താ പറയുക, ഒക്കെ എഴുതിയാൽ കൊണ്ടുവന്നു. പൊതുവെ അങ്ങനെ തന്നെയാണ്, അറിവ് കുറവായതുകൊണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് വന്നപ്പോൾ ഞാൻ എഴുതി കൊണ്ടുവന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എന്തായാലും എന്നോട് ചോദിച്ചാൽ ഞാൻ കുടുങ്ങുന്നു വിചാരിച്ചാൽ, ഏത് സൂറത്തിലാ സർ, ഏത് അധ്യായത്തിലാ സർ ചോദിച്ചാൽ അത് കുടുങ്ങുന്നു വിചാരിച്ചാൽ എഴുതി കൊണ്ടുവന്നത്. എപ്പോൾ എവിടുന്ന് ചോദിച്ചാലും നിങ്ങളോട് ചോദിച്ചാൽ അതൊരു പുതിയ അറിവ് കിട്ടുന്ന രീതിയിൽ ഏതൊരു മനുഷ്യനും വിജ്ഞാനം കൊടുക്കണം. ഞാൻ ഇവിടുത്തെ ഒരു കഥ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ചുങ്കത്തറയിൽ കണ്ണിമാസോടെ ആയിക്കോട്ടെ, ചുങ്കത്തറയിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? പഞ്ചായത്തിൽ ഒരു ആവറേജ് മുസ്ലിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. എത്ര സംഖ്യ? ഒരു 3000 മുസ്ലിങ്ങൾ ഉണ്ടാവുന്നതാണ് മാഷ് പറഞ്ഞു. മാഷ് ഇവിടെ കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, അതുകൊണ്ട് വലിയ വ്യത്യാസം. 3000 മുസ്ലിങ്ങൾ ഉണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ 5000 തന്നെ പറഞ്ഞു, തർക്കം ഒഴിവാക്കുക. ബാക്കി എത്ര ആളുണ്ട് ഇവിടെ ജനസംഖ്യയിൽ? ബാക്കി എത്ര ആളുണ്ട്? കന്യാമാഷ എത്ര ഉണ്ടാവും ബാക്കി ജനസംഖ്യ? മൊത്തം ജനസംഖ്യ എത്ര ഉണ്ടാവും? ഞാൻ പറഞ്ഞുതരാം എത്ര വാർഡുണ്ട്. 20 വാർഡിൽ 2000 ആളെ കുട്ടിയോളി 40,000 ആളുണ്ടാവും അല്ലേ? 2000 ആള് വോട്ടർമാരല്ല കേട്ടോ, 1100, 1200 വോട്ടർമാരാ. 2000 ജനസംഖ്യ ഉണ്ടാവും. 2000 ജനസംഖ്യ ഉണ്ടായി ഏറ്റവും ചുരുക്കി 40,000 ആളുണ്ടാവും. മാഷിനോട് പറഞ്ഞത് 3000 ആള്. ഞാൻ തൽക്കാലം 5000 മുസ്ലിങ്ങൾ വെക്കുക. ബാക്കി ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ട്? അവർക്ക് കൂടി ഉത്തരവാദപ്പെട്ടതും അവർക്ക് കൂടി വെളിച്ചം കാണിക്കാൻ ആവശ്യമായ ഒരു മഹാവിജ്ഞാനത്തിന്റെ സാഗരം നമ്മളെ കയ്യിലുണ്ട്. അതിങ്ങനെ ഇട്ട് കളിച്ച് 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 മറ്റവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ആയുധമാണ് നിങ്ങളെ കയ്യിൽ തന്നത്. ഇതിങ്ങനെ പഠിച്ചുകാണ്ട് മിമ്പറിന്റെ മിഹ്റാബിന്റെ മുന്നിൽ പോയി ഇങ്ങനെ ഓതികാണ്ട് വാടക വാങ്ങി പോരാന്ന് വിചാരിച്ച നെയ്യത്തിറങ്ങി ഇറങ്ങുന്നേ മക്കളെ, അത് വാങ്ങണേ കുറ്റമുള്ള കാര്യമെന്നല്ല ഞാൻ പറയണേ. പക്ഷെ നിങ്ങളിൽ നിന്ന് ഈ വെളിച്ചം, ഈ പ്രകാശം, ഈ സന്മാർഗം, ഇതിന്റെ മഹാവിസ്ഫോടനം നമ്മുടെ നാട്ടിൽ നടക്കണം. അവിടുന്ന് നമ്മളെ ഈ സ്ഥാപനത്തിൽ ഖുർആൻ പഠിച്ചിറങ്ങിയ മകനാണ്. ഓനോട് എവിടെ ഖുർആനിന്റെ ഏത് ഭാഗം ചോദിച്ചാലും ഓൻ്റെതായ ഒരു അഭിപ്രായം പറയും. വാപ്പ ചോദിച്ചാൽ പറയും, ഉമ്മ ചോദിച്ചാൽ പറയും, അയൽവാസി ചോദിച്ചാൽ പറയും, കച്ചവടക്കാരൻ ചോദിച്ചാൽ പറയും, റെയിൽവേ ടിക്കറ്റ് എടുക്കണോട്ട് ചോദിച്ചാൽ പറയും, എല്ലായിടത്തും പറയും. അങ്ങനെ പറയാൻ പറ്റിയ വിജ്ഞാനത്തിന്റെ പഠനത്തിനുള്ള ഒരു ചെറിയ ചെറിയ താക്കോലാണ് നിങ്ങളെ കയ്യിൽ തന്നിട്ടുള്ളത്. പാരായണം ചെയ്യാനല്ല. പാരായണം എന്ന് പറഞ്ഞാൽ തന്നെ മൗലവി ഞാനൊക്കെ പറയാറ്, പാരായണം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള അക്ഷരത്തിൻ്റെ അർത്ഥങ്ങളെ അറിഞ്ഞുകൊണ്ടിട്ടുള്ള വായനക്കാണ് പാരായണം എന്ന് പറയുന്നത്. അതാണ് ഇഖ്റ എന്നതിൻ്റെ അർത്ഥം. വെറുതെ വായിച്ചാൽ മതിയോ? അല്ല, വായിച്ച് 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 ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് പടച്ച തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലെ എല്ലാ സത്തയും സ്വീകരിക്കാൻ ആവശ്യമായ വായന തുടർച്ചയായി നിലനിൽക്കണം. അതിന് നമ്മുടെ തലമുറയിൽ പുതിയ ആളുകൾ ഉണ്ടാവണം. ഞങ്ങൾ ഇതാ കുറച്ച് വയമക്കാരായ ആളുകളൊക്കെ പോവാണ്. കണ്ണിയമാഷ് ഞാനൊക്കെ വയസ്സായി. ഇനി ഇതൊക്കെ ഏറ്റെടുത്ത് അതാത് മഹല്ലുകളിലും ഗ്രാമങ്ങളിലും ഇതിന്റെ പുതിയ തലമുറ ഏറ്റെടുക്കേണ്ട ബാധ്യത നിങ്ങളെ കയ്യിലാണ്. അതിനാണ് സർട്ടിഫിക്കറ്റ് എന്നത്. എന്താ സർട്ടിഫിക്കറ്റ്? ഈ വിശുദ്ധ ഗ്രന്ഥം മറിച്ചു നോക്കാനും ആരുടെയും ശുപാർശയില്ലാതെ ആശയം പറയാനും സ്വന്തം ഹൃദയത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിക്കാനും ഞങ്ങൾ പ്രാപ്തി നേടിയിട്ടുണ്ട്. ഇത് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു തൗഫീഖാണ്. ഇതിന്റെ വെളിച്ചം കിട്ടാത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അവരിലൊക്കെ വെളിച്ചമായി, വിളക്കായി തിളങ്ങുന്ന വിളക്കായി, നിങ്ങളുടെ കുടുംബത്തിന്റെ വിളക്കായി, ഈ സ്ഥാപനത്തിന്റെ വിളക്കായി, കേരളത്തിലെ മഹത്തായ പ്രസ്ഥാനമായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിളക്കായി നിങ്ങൾ വരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ നാഥൻ അതിനൊക്കെയുള്ള എല്ലാ തൗഫീഖും ആഫിയത്തും നൽകി നിങ്ങളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ എല്ലാവരെയും ആഗ്രഹം പടച്ചവനെ ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലൂടെ, ഞങ്ങളുടെ സന്തതികളിലൂടെ കൺകുളിർമയും ഐശ്വര്യവും അഭിമാനവും നാളെ നിങ്ങൾക്ക് 40 വയസ്സ് തികയുമ്പോൾ
നിങ്ങളെ കണ്ടാൽ 65 തികഞ്ഞ 70 തികഞ്ഞ ആളുകൾക്ക് അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സന്തോഷം പുളകിതമാകാൻ സാധ്യമാകുന്ന വിധം നിങ്ങൾ മിടുക്കരാവുക, നിങ്ങൾ യോഗ്യരാവുക, നിങ്ങൾ മികവുള്ളവരാവുക, നിങ്ങൾ അധ്വാനിക്കുക, ധാരാളമായി പഠിക്കുക, വിനയമുള്ളവരാവുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് ഞാൻ IAS കിട്ടിയ കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ആശ്ചര്യം. പരമാവധി ഞങ്ങൾ ആ കുട്ടീനോട് പറഞ്ഞു, മോനെ ഇവിടെ ഒന്ന് ഇരിക്കുന്ന ഇരുന്നില്ല. ഫറാഷ് എന്ന കുട്ടീൻ്റെ പേര്. ഇരുന്നില്ല. അങ്ങനെ ഒരു അരുവിൽ ഇങ്ങനെ മാറി നിന്ന്. അപ്പം എനിക്ക് വല്ലാത്ത ബഹുമാനം ആ കുട്ടീനോട്. ഞങ്ങളെക്കാളേറെ പരമാവധി അധ്വാനിച്ച് വലിയൊരു റാങ്ക് നേടി IASലേക്ക് കവാടം കടന്നു വന്ന കുട്ടീനോട് അവനോട് ഇവിടെ നിന്ന് ഇരിക്കോ, ഇരുന്നില്ല. ഓനെ മനസ്സിലായത് എന്താ വെച്ചാൽ ലോകം വിനയത്തെയും വിജ്ഞാനത്തെയും ഇഷ്ടപ്പെടുന്നു എന്നതാണ്. വിജ്ഞാനം ധാരാളമായി ഉണ്ടാകുമ്പോൾ നമുക്ക് കരഗതമാവേണ്ടത് വിനയമാണ്. വിനയമാണ് അംഗീകാരം നൽകുക, വിനയമാണ് ബഹുമതി നൽകുക, വിനയമാണ് ഭംഗി നൽകുക, വിനയമാണ് പ്രസിദ്ധി നൽകുക. സർവശക്തനായ നാഥൻ ആ നിരക്കുള്ള വിനയമുള്ള ആളുകളായി മാറാനുള്ള തൗഫീക്ക് നൽകി ഈ സ്ഥാപനത്തിലെ പൊന്നോമന മക്കളെ അനുഗ്രഹിച്ച് നമുക്കും അവർക്കും ഉപകാരപ്രദമായ നല്ല നാളെ സംഭാവന ചെയ്യാനുള്ള തൗഫീക്കും വളർച്ചയും നൽകി അള്ളാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും സംസാരിക്കാം. ബഹുമാനപ്പെട്ട മൗലവി കൂടി സംസാരിക്കാൻ അവസരം കിട്ടണം എന്ന നിലയ്ക്ക് ഞാൻ ചുരുക്കാണ്. അസ്സലാമു അലൈക്കും.